മാന്നർ മച്ചാൻസിലേക്ക് സ്വാഗതം. ദുൽഖർ സൽമാൻ നായകനായ സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത കാന്ത എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആണ് പറയുമ്പോൾ നമുക്കപ്പോൾ റിവ്യൂലോട്ട് പോകും. അപ്പോൾ ഈ സിനിമയിലെ നായകനായിട്ട് നമ്മുടെ ദുൽഖർ സൽമാൻ, അതേപോലെ തന്നെ സമുദ്രക്കണി, റാണ, ഭാഗ്യശ്രീ ബോസ് എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു നായകൻ കൂടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു പുതിയതായിട്ട് ഒരു പുതുമുഖ നടിയാണെന്ന് തോന്നുന്നു ഈ ഒരു പുള്ളിക്കാരി. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നല്ല കിട്ടില്ല. ഫസ്റ്റ് ഹാഫ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറിയൊക്കെ നല്ല രീതിക്ക് തന്നെ പറഞ്ഞു വന്നൊരു ഫസ്റ്റ് ഹാഫും അതിനോട് കടപിടിക്കുന്ന രീതിക്കത്തെ ഒരു സെക്കൻഡ് ഹാഫ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് പോകുന്ന രീതിക്കത്തെ ഒരു സെക്കൻഡ് ഹാഫാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. ശരിക്കും പറഞ്ഞൊരു ഇമോഷണൽ ത്രില്ലറാണ് ഈ ഒരു സിനിമ. പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാൻ പെർഫോമൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്നാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സമുദ്രക്കനിയുടെയും ഈ സിനിമയുടെ നായികയായിട്ട് വന്ന ആ ഒരു ഭാഗ്യശ്രീ എന്ന് പറഞ്ഞ ആ ഒരു കുട്ടിയുടെ പെർഫോമൻസ് നല്ലൊരു പെർഫോമൻസ് ആണ് പറയുന്നത്. എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാം, ഈ സിനിമ കാണിക്കുന്നത് 1950 കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം കിടിലനായിട്ട് അവർ എടുത്തും വച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക്, ആർട്ട് വർക്ക്, ഡയറക്ഷന്, ആ ഒരു ക്വാളിറ്റി എല്ലാം ഭയങ്കരമായിട്ട് ഈ ഒരു സിനിമ കാണാൻ ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു സിനിമ റിലീസാകുന്ന 2 ദിവസത്തിന് മുമ്പ് കിട്ടിയിരിക്കുന്നത് ഒരു കിടില ഹൈപ്പാണ്. ഈ പടത്തിന് ട്രെയിലറിന് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു ഹൈപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും സിനിമയാണെങ്കിൽ പുറത്തിറങ്ങുമ്പം ഇതിലും വലിയ പോസ്റ്റർ റിപ്പോർട്ടോടുകൂടി തിയേറ്ററിൽ ഓടുക എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾക്ക് ദുൽഖർ സൽമാൻ്റെ ആ ഒരു പെർഫോമൻസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റോടെ ചെയ്യുക. നമ്മുടെ ദുൽഖർ സൽമാൻ്റെ പീക്ക് പെർഫോമൻസ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.